ഫാദർ സാറിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാക്ടറി എല്ലാം തുടങ്ങുകയും ചെയ്തു. ഇപ്പോഴും ഫാക്ടറി ഉണ്ടോ? ഇപ്പോൾ ഉണ്ട്. ബ്രദർ ഇപ്പം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന മെക്കാനിക്കൽ ജാക്സ്, മെക്കാനിക്കൽ 2 tons 5 tons 10 tons എന്ന ട്രക്കിന് വേണ്ടിയിട്ട് ജാക്സ് ഫോർ ഓൾ വെഹിക്കിൾസ് ചെയ്യുന്നുണ്ട്. ബ്രദേഴ്സാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സാറും അത് ഇൻവോൾവ് ആണ്? സാറിൻ്റെ എത്ര സഹോദരന്മാരാണ് ഉള്ളത്? വി ആർ 4 brothers and 2 sisters. നമ്മൾ 3 brothers ഉണ്ടായിരുന്നു. ഒരു എൻ്റെ യങ്ങർ ബ്രദർ ഈസ് ഇൻ അബുദാബി. ശരി. സിസ്റ്ററും അബുദാബിയിലാണ്. ബട്ട് നൗ ഷീ ഈസ് ബാക്ക് അഹമ്മദാബാദിലുണ്ട്. സെക്കൻഡ് സിസ്റ്റേഴ്സ് ഈസ് ഗവൺമെൻറ് എംപ്ലോയി. സാറ് പറഞ്ഞല്ലോ, കാരണം ഞാൻ കുറേ നാളൊരു കമ്പനിയിൽ എംപ്ലോയി ആയിരുന്നു എന്നത്. കാരണം വളരെ ഒരുപാട് കാര്യങ്ങൾ, അതും സാറ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് മനസ്സിലാക്കിയെടുത്തത്? ഞങ്ങൾക്ക് ഞാൻ കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് എ ഫയർസ്റ്റോൺ മാനേജ്മെൻറ്റ്, ഫയർസ്റ്റോൺ ടയർസ്. ആ ടൈമിലാണ് മോദി ടേക്ക് ഓവർ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പണ്ടത്തെ ബോസിൻ്റെ അടുത്ത് നിന്ന് കുറേ നല്ല ട്രെയിനിങ് കിട്ടിയത്. ദാറ്റ്സ് വൈ ഐ വാസ് ഏബിൾ ടു ജനറേറ്റ് ഗുഡ് മാർക്കറ്റ് ഫോർ ദ കമ്പനി. അൺഫോർച്ചുനേറ്റ്ലി 95 കമ്പനി ക്ലോസ് ഡൗൺ ചെയ്തു ബിക്കോസ് ഓഫ് ലേബർ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് സാർ ബിസിനസ്. അപ്പോൾ എന്നിട്ട് അതിൽ സാറ് ഏത് ബിസിനസ്സിലാണ് സ്വിച്ച് ഓൺ ചെയ്തത്? അത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തത് പ്ലൈവുഡും ബ്ലോക്ക് ബോർഡ് ബിസിനസ്സിലാണ്. ശരി. അതിനാണ് നമ്മൾ കണ്ണൂരിൽ തന്നെ പ്ലൈവുഡിൻ്റെ ട്രക്ക് ലോഡിയുടെ കൊണ്ടുവന്ന് വരുന്നത്. ശരി. കണ്ണൂരിലേക്ക് സാറ് കണ്ണൂരിനാണ് അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? കാരണം പ്ലൈവുഡ് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് അവിടെ കിട്ടുമായിരുന്നു. ചീപ്പായിട്ടും ഗുഡ് ക്വാളിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഗുഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ സാർ, ഈ നമ്മൾ ഈ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രാൻസ്പോർട്ടിങ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം ചെക്ക് പോസ്റ്റ് ട്രാൻസ്പോർട്ട് ആടാൻ ആക്ച്വലി എന്താണ് ഇടാൻ പോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിന് വില ജാസ്തിയാണ്. ആ ടൈമിൽ നാം ആടാൻ കൊണ്ടുവരുമ്പോൾ ഇടാൻ പോകാൻ 25,000 ആണ്. വെറും 8,500 വരും. ട്രാൻസ്പോർട്ടിൽ അങ്ങനെയാണ്. ഒരു വൺ സൈഡ് അപ്പ് ഉണ്ടാവും, ഒരു സെക്കൻഡ് സൈഡ് ഡൗൺ ഉണ്ടാവും. അതുകൊണ്ട് വരുമ്പോൾ നമുക്ക് അത്ര ഫ്രേറ്റ് ഇല്ല. പോകും ഇടാൻ കൊണ്ടുപോകുമ്പോൾ സാധനം കൊണ്ടുപോകുമ്പോൾ അതിന് ഫ്രേറ്റ് ജാസ്തി ഉണ്ടാവുക. തീർച്ചയായും വളരെ അധികം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അച്ഛൻ നടത്തിയ പോലെ അല്ല ഇന്നത്തെ ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് കോമ്പറ്റീഷൻസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇത് നോക്കിയാൽ തന്നെ, ഇപ്പോൾ ട്രേഡിംഗ് രംഗത്തായിരുന്നാലും മറ്റുള്ള രംഗത്തായിരുന്നു, ഇപ്പോൾ മറ്റുള്ള ബിഗ് ഇൻ്റർനാഷണൽ കമ്പനീസ് ടയറുള്ള ഇപ്പോൾ പറഞ്ഞ TVS, ബ്രിഡ്ജ്സ്റ്റോൺ, മെക്ലൻ ഇങ്ങനെ പോലുള്ള കമ്പനികൾ, പല കമ്പനികൾക്കും ഇവിടെ ട്രേഡിംഗ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെങ്ങനെ, ഈ കോമ്പറ്റീഷനെ എങ്ങനെയാണ് അഭിഷേക് ട്രാക്കിൽ ചെയ്യുന്നത്? അത് ഓർക്ക് കസ്റ്റമർ വന്നാൽ പറയുന്നുണ്ട് ഈ റേറ്റിൽ കൊടുത്താൽ മതി, സൈഡിലത്തെ ഒരു തരുന്നുണ്ട്. ആ റേറ്റിന് പിന്നെ കുറച്ച് കൊടുക്കും കസ്റ്റമർ. നെക്സ്റ്റ് ടൈം കസ്റ്റമർ വന്നാൽ തിരിക്കും ആ റേറ്റിൽ ഈ സെയിം പ്രൈസിന് മറ്റേ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തീർച്ചയായും 50 rupees കുറച്ചിട്ട് കൊടുക്കാം. പ്രോഫിറ്റ് അല്പം കുറച്ചിട്ട് നല്ല കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ വിൽക്കാൻ സാധിക്കും അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ടയറിന് എന്തെങ്കിലും ഒരു വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? വാറണ്ടി ഉണ്ട്. 1 year ആണോ? 1 year റീപ്ലേസ് ആണോ? 1 year റീപ്ലേസ്മെന്റ്, 5 years എക്സ്റ്റൻഡ് വാറണ്ടി. കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയ എത്ര ലിമിറ്റേഷൻ ഉണ്ടോ കിലോമീറ്റേഴ്സ്? 1 year വരെ ഫുൾ റീപ്ലേസ്മെന്റ്. 1 year വരെ കഴിഞ്ഞ് പിന്നെ യൂസേജ് ചാർജസ് കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തീർച്ചയായും നമുക്ക് ഇപ്പോൾ അഭിഷേകിൻ്റെ ഒരു ഇതിൽ മാക്സ് ഫീൽ എന്ന് പറഞ്ഞൊരു ഒരു ടയർസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഷോറൂമാണ്. നമുക്ക് ഇതൊരു ടോട്ടലി ഒരു ഫുൾ ഒരു റിമൂവിങ് ആൻഡ് ഫിക്സിങ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ചെയ്യണമെന്ന് വലിയ താല്പര്യമുണ്ടോ? അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും ഒരു കാറിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ അഭിഷേക് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു സ്പേഷ്യസ് ഇല്ലാത്തതുകൊണ്ടുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ പാർക്കിങ്ങും ബാക്കിയുള്ള അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം അച്ഛൻ്റെ നിന്ന് എന്തൊക്കെയാണ് ഒരു ബിസിനസ് മാന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്? ഒരു നല്ല ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പാണ്. അത് ഫാദർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫാദറിൻ്റെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ക്വാളിറ്റി അത് തന്നെയാണോ? കാരണം ഹൂ ഈസ് എ റോൾ മോഡൽ ആരാണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കാരണം എന്ന് വെച്ചാൽ അഭിഷേകിൻ്റെ ഒരു റോൾ മോഡലായിട്ട് അഭിഷേക് കാണുന്ന ആരെയാണ്? ഫാദറിനെയാണ്. എന്തൊക്കെയാണ് കാരണം ഫാദറിൻ്റെ ആ ക്വാളിറ്റീസ്? ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളാണ്. അത് വളരെ ചെറുപ്പം മുതലേ അഭിഷേക് കാണുന്നുണ്ട് അല്ലേ?
ബിസിനസ്സിലായിരുന്നാലും. കാരണം വളരെ ഇപ്പോൾ തന്നെ സംസാരിച്ചപ്പോൾ ഒരു കമ്പനി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ രണ്ടാമത് പ്ലൈവുഡിൻ്റെ ബിസിനസ് തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ അഭിഷേക് അത് നേരിട്ട് കാണുകയായിരുന്നു അല്ലേ? അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും അതുപോലെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു അല്ലേ? അതായിരുന്നു തീർച്ചയായും സാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിതാവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാവുന്ന ഒരു ഏറ്റവും വലിയ സ്വത്താണ് ഇപ്പോൾ അഭിഷേക് പറഞ്ഞത്. കാരണം തീർച്ചയായും ജീവിതത്തിൽ നമ്മുടെ കുട്ടികളോടൊന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവരെ ഒരു സമ്പാദ്യം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു സ്വത്ത് കൊണ്ടുവന്നു എന്നുള്ളതിലല്ല, സ്വന്തം പിതാവിനെ റോൾ മോഡലായിട്ട് കാണുക. അപ്പോൾ തീർച്ചയായും സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം അത് തന്നെയാണ്. സാറും സാറിൻ്റെ പിതാവിനെ റോൾ മോഡലായിട്ട് തന്നെയായിരുന്നു കണ്ടത്. അച്ഛനും കുറേ സ്ട്രഗിൾ ചെയ്തതാണ്. അതാണ് അതുകൊണ്ട് ആ സ്ട്രഗിൾ എനിക്കും കിട്ടി, ഞാനും അത് ഫേസ് ചെയ്തു. കാരണം ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും സ്ട്രഗിൾ ആൻഡ് സ്ട്രെയിൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്, ഒരു ധൈര്യം. ഇത് പ്ലൈവുഡിനെ തുടങ്ങിയിട്ട് ആ ടൈം ആ കൊല്ലം ഇവിടെ 21 ഇഞ്ചസ് ഒരു ദിവസം തന്നെ മഴ പെയ്തത്. അതായത് ഫുൾ സ്റ്റോക്ക് ഉണ്ട് വെള്ളത്തിലായി, ഒരു ഫുൾ ലോസായി. അത് കഴിഞ്ഞിട്ട് 2002 അടുത്ത് ഈ ബിൽഡിംഗ് വീട് 2001 ഈ ബിൽഡിംഗ് പൊട്ടി. ഇത് ആദ്യം ഉണ്ടാക്കിയതാണ്. ഇവിടെ വന്നത് 95ലാണ്. ഈ ബിൽഡിംഗ് ആണ് ഇത്. മൂന്ന് കാണുന്ന മൂന്നും കൊളപ്സ് ആയിരുന്നു ഇവിടെ. 11 കാഷ്വാലിറ്റീസ് ആയി. അപ്പൊ അന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ട് ആ സമയത്താണ്. ഓക്കെ, പുറത്തിറങ്ങി പോയി, അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല. അപ്പൊ മുകളിലൊക്കെ അല്ലും കൊളപ്സ് ആയി. ഇത് ഡാമേജ് ആയി, 2 കൊളപ്സ് ആയി. 11 കാഷ്വാലിറ്റീസ്, 11 ആളെ. അപ്പോൾ താഴെയുള്ള ആൾക്കാരാണോ 11 പീപ്പിൾ, അതോ ടോപ്പിലുണ്ടായിരുന്നതാണോ? അല്ല, ആ ബിൽഡിംഗിൽ എല്ലാ ഫ്ലോറിനല്ല, ഫുള്ളും പോയി. 2 ബിൽഡിംഗ് ടോട്ടലി കൊളപ്സ് ആയിരുന്നു, ഇവിടെ ഫുള്ള് ഡാമേജ് ആയിരുന്നു. അങ്ങനെ ഒരു ഇത് 91 2001 അതെ. ഇവിടെ ആയിരുന്നു അത് സംഭവിച്ചത്.